വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ, ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ്, രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലൂടെ കേരളത്തിൽ BJPയുടെ ഭാവി തീർച്ചപ്പെടുത്തുന്നതാണ്. ഭരണം എങ്ങോട്ടേക്ക് മാറുന്നു എന്നതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് BJPയുടെ ഭാവി കേരളത്തിൽ. അതില് ഏതെങ്കിലും തരത്തിൽ ഇരുളടയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം BJPക്കാർക്ക് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതിൻ്റെ ചില സൂചനകളാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന കലഹം. നോക്കണം, കോൺഗ്രസുകാർ അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പോലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നില്ല. കോൺഗ്രസുകാർ ഇക്കാര്യത്തിൽ എപ്പോഴും വളരെ പിറകിൽ പോകുന്നവരാണ്. അവരിപ്പോൾ മുന്നേ തന്നെ ആ കാര്യങ്ങൾ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 10 സീറ്റിൽ ഒതുങ്ങി നിൽക്കുന്നവരാണ്. അവരുടെ പ്രവർത്തനം എത്രത്തോളം എത്തിയാലും അവരങ്ങോട്ട് കയറി വരാൻ പോകുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. BJP ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. നമുക്കറിയാം, തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം BJP പിടിച്ചെടുത്തു കഴിഞ്ഞു എന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നത്. പക്ഷേ കയ്യെത്തുന്ന അകലത്തിൽ വന്നത് നഷ്ടപ്പെടുകയാണ് പലപ്പോഴും ചെയ്തിട്ടുള്ളത്. ശശി തരൂർ 4 തവണയായിട്ട് ജയിച്ചു പോകുന്നു. 2024 അതിശക്തമായ മത്സരമാണ് രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും തമ്മിൽ നടന്നത്. വെറും 15,000 വോട്ടിന് മാത്രമാണ് തരൂർ വിജയിച്ചത്. പക്ഷേ എന്നിട്ട് പോലും BJPക്ക് വിജയത്തിൽ എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലം പാർലമെന്റ് മണ്ഡലം. അതിനോടൊപ്പം തന്നെ ഈ കോർപ്പറേഷനിലെ BJP പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിലൂടെ തീർച്ചയായിട്ടും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ ഒരു 3 നിയമസഭാ മണ്ഡലങ്ങളെങ്കിലും, തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ 3 നിയമസഭാ മണ്ഡലങ്ങൾ, കഴക്കൂട്ടവും വട്ടിയൂർക്കാവും നേമവും നിയമസഭയിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെ വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളതും BJP. അത് ഇക്കുറി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാലത്തും അണികൾക്ക് ആർക്കും തന്നെ യാതൊരു തരത്തിലുള്ള പ്രതീക്ഷ പോലും കാണില്ല എന്നുള്ളതാണ്. ഇവിടെ BJP വലിയൊരു മാസ്റ്റർ പ്ലാനോടുകൂടിയാണ് രംഗത്ത് വന്നത്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. തുടർന്ന് അങ്ങോട്ട് കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നു. ആ ഓരോ തവണത്തെയും BJPയുടെ വിജയത്തിൽ പ്രധാനമന്ത്രിയും അമിത്ഷായും പ്രഖ്യാപനം നടത്തുന്നു, ഇനി ദക്ഷിണേന്ത്യയിലേക്കാണ്. തമിഴ്നാടും കേരളവും, പ്രത്യേകിച്ച് കേരളത്തിന്റെ കാര്യം എടുത്തു പറയുന്നു. അത്തരത്തിൽ ഏറെ കേന്ദ്രത്തിന്റെ തന്നെ പരിഗണനയിലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാളെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിച്ചതും. പാർട്ടിക്കകത്തെ വിഭാഗീയത മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പാർട്ടി നയിച്ചുകൊണ്ട് ഇവിടെ 26-ൽ BJPക്ക് ശുഭസൂചകമായ തരത്തിൽ ഫലമുണ്ടാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മുന്നോടിയായി നടക്കുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതൊരു സെമി ഫൈനൽ തന്നെയാണ്. ആ സെമി ഫൈനലിലൂടെ BJPക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. BJP നോട്ടമിട്ടിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്, അതുപോലെ തന്നെ തൃശൂർ കോർപ്പറേഷനും ഉണ്ട്. കാരണം തൃശൂർ പാർലമെന്റ് മണ്ഡലം BJPയുടെ കൈകളിലാണ്. സകലരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചും പ്രവചനങ്ങൾ തെറ്റിച്ചുകൊണ്ടുമാണ് സുരേഷ് ഗോപി 76,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ചെന്നെത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും തൃശൂർ കോർപ്പറേഷൻ BJPക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ തന്നെ പ്രധാന പ്രതിപക്ഷമായിട്ടിരിക്കുന്നത് BJP ആണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെറും 10 സീറ്റിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് കോൺഗ്രസ്. ഇവിടെ ഇപ്പോൾ തന്നെ 70 സീറ്റുകളിൽ 101 വാർഡുകൾ ഉള്ളതിൽ
70 വാർഡുകളിൽ ശക്തമായ സ്വാധീനം ബി ജെ പിക്ക് ഉണ്ട് എന്നാണ് കണക്കുകൂട്ടൽ. ഈ 70 സീറ്റുകളിൽ ശക്തമായ സ്വാധീനം ഉണ്ടെങ്കിൽ ബാക്കി വരുന്ന 31 സീറ്റുകളെ അത് LDFിലും UDFിലുമായിട്ട് പോകുന്നു. അപ്പോൾ ഓർക്കണം, ഒരു ഗംഭീര വിജയമാണ് ബി ജെ പിക്ക് ഈ കണക്കുകൂട്ടലിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. അത് ബി ജെ പി തന്നെ നശിപ്പിച്ചു കളയുമോ എന്നാണ് നമുക്കിപ്പോൾ സംശയം. പലയിടത്തും ഇപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെതായ പേരിൽ വിഭാഗീയത ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിരിക്കുകയാണ്. സീറ്റിന് വേണ്ടി കലഹം. ഇതൊക്കെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെ മറുഭാഗം രംഗത്തേക്ക് ഇറങ്ങുന്നു. ഇങ്ങനെയൊക്കെ വരികയാണ്. നേമം മണ്ഡലം ഇവർക്ക് തിരിച്ചു പിടിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അവിടെ രാജീവ് ചന്ദ്രശേഖരനെ തന്നെയാണ് മത്സരിപ്പിക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ RSSന്റെ ശാഖകളുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാജീവ് ചന്ദ്രശേഖർ വലിയ മുന്നേറ്റം കുറിച്ച മണ്ഡലം കൂടിയാണത്. ഈ നേമം മണ്ഡലം തിരിച്ചു പിടിക്കാൻ വലിയ പ്രയാസമൊന്നും വേണ്ടിവരില്ല. ആ നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന വാർഡുകളിലാണ് ഇപ്പോൾ പലതരത്തിലുള്ള പൊട്ടിത്തെറിയും ബി ജെ പിയിൽ രൂപം കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ അത്തരത്തിലുള്ള പൊട്ടിത്തെറി മുഴുവൻ അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് മുമ്പോട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ ഇക്കുറി നേടിയെടുക്കാൻ കഴിയുന്നത് കൈവിട്ടു പോയി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും അത് നേടിയെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ബി ജെ പിക്ക് പോകേണ്ടി വരും. അങ്ങനെ പോകേണ്ടി വരുമ്പോൾ അത് ബി ജെ പിയുടെ തന്നെ ഉത്തരവാദിത്വമായിരിക്കുകയും ചെയ്യും. ഇനിയും 26-ലെങ്കിലും ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു കാലത്തും രക്ഷയില്ല എന്ന് തന്നെ കണക്ക് കൂട്ടിയാൽ മതി. ഇതിന്റെ റിസൾട്ടിനെ ആശ്രയിച്ചിരിക്കും നിയമസഭാ ഫലവും. അത്തരത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ കണക്ക് കൂട്ടി മാസ്റ്റർ പ്ലാനോടുകൂടി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുമ്പോൾ തന്നെ ആ നിയമസഭയിലേക്കുള്ള സ്ഥാനാർത്ഥിയെ കൂടി അനൗദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് ആ സ്ഥാനാർത്ഥിയെ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തും. ബി ജെ പി പ്രത്യേക ചില പദ്ധതികൾ തന്നെ മുമ്പോട്ട് വെച്ചു. അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത്, അതായത് ഈ പ്രകടന പത്രിക പോലും ഇപ്പോൾ ഓരോ കോർപ്പറേഷനും അതിൻ്റെതായ പ്രകടന പത്രിക, പഞ്ചായത്തുകൾക്ക് പോലും ഓരോ പഞ്ചായത്തിനും അതിൻ്റെതായ പ്രകടന പത്രിക. ഒരു പഞ്ചായത്തിന്റെ ആവശ്യമല്ല മറ്റു പഞ്ചായത്തുകൾക്ക് ഉണ്ടാകുന്നത്. മലയോര മേഖലകളിലുള്ള പഞ്ചായത്തിന്റെ ആവശ്യം ഒന്ന്, തീരദേശ പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തിന്റെ ആവശ്യം മറ്റൊന്നാണ്. അപ്പൊ അതിനനുസരിച്ച് കാലാവസ്ഥാനുസൃതമായിട്ടും ഭൂമിശാസ്ത്രത്തിന് അനുസൃതമായിട്ടും അവിടെ താമസിക്കുന്നത് തൊഴിലാളികളാണെങ്കിൽ, കർഷകരാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രകടന പത്രിക പോലുമാണ് ബി ജെ പി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉള്ള ബി ജെ പി ഇനി ഈ കുട്ടി നേതാക്കന്മാരെ മര്യാദയ്ക്ക് നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുകയാണ് വേണ്ടത്. അല്ലാതെ കിട്ടുന്ന അവസരം ഇല്ലാതാക്കല്ലേ. 2026 ഭരണം കേരളം ആര് പിടിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് ബി ജെ പിക്ക് കേരളത്തിൽ എത്ര ഭാവിയുണ്ട് എന്നറിയാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്നത്.